നമസ്കാരം, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ സിനിമയുടെ ഒരു അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത്. ബസൂക്ക എന്ന് പറയുന്ന സിനിമയാണ് ഇനി അടുത്തതായിട്ട് തിയേറ്ററിലേക്ക് വരാൻ പോകുന്നത്. ഒപ്പം തന്നെ ടർബോ സിനിമ 100 കോടി ക്ലബിലേക്ക് എത്തുന്ന ഒരു അവസരത്തിലാണ് ഇപ്പോൾ സിനിമ നിൽക്കുന്നത്. ഇപ്പോഴും സിനിമ 100ൻ്റെ അടുത്തുള്ള സ്ക്രീനുകളിൽ ഇപ്പോഴും തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഗംഭീര അഭിപ്രായം നേടി നല്ലൊരു വിജയത്തിൽ നിൽക്കുന്ന ടർബോ സിനിമയ്ക്ക് ശേഷം അടുത്തതായിട്ട് തിയേറ്ററിലേക്ക് വരാൻ പോകുന്ന സിനിമയാണ് ബസൂക്ക. അപ്പോൾ ആ ഒരു ബസൂക്ക സിനിമ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ജൂലൈ മാസത്തിലൊക്കെ തിയേറ്ററിലേക്ക് വരുന്ന ഒരു അപ്ഡേറ്റാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒപ്പം തന്നെ അരുൺ രാജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു അതിയായ ആഗ്രഹമായിരുന്നു മമ്മൂട്ടിയെ വെച്ചിട്ട് ഒരു സിനിമ ചെയ്യാന്നുള്ളത്. അപ്പോൾ മമ്മൂട്ടിയുടെ ഒരു കട്ട ആരാധകൻ കൂടിയാണ് ഈ അരുൺ രാജ് എന്ന് പറയുന്നത്. ജാതി മതങ്ങളൊന്നും എടുത്ത് പറയാൻ പാടില്ല എങ്കിലും കൂടിയിട്ട് നമ്മളിപ്പോൾ വില്ലേജിൽ പോയ വരെ ജാതി മതം പറഞ്ഞേ പറ്റൂ എന്നുള്ളതാണ് ഇപ്പോൾ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു കാര്യം. പിന്നെ ജാതി മതത്തെ പറ്റിയിട്ട് ഒരുപാട് പ്രശ്നങ്ങളും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ എങ്കിലും കൂടിയിട്ട് ഒരു ദളിതർ കുടുംബത്തിൽ ജനിച്ചിട്ടുള്ള ഒരു ആളാണ് ഈ അരുൺ രാജ് എന്ന് പറയുന്ന ആൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം മമ്മൂട്ടിയെ വെച്ചിട്ടൊരു സിനിമ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ആഗ്രഹം അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, മമ്മൂട്ടിയെ വെച്ചിട്ട് ഒരു സിനിമ ചെയ്യണം എന്നുള്ളൊരു പോസ്റ്റ്. അപ്പോൾ ആ ഒരു പോസ്റ്റിന് താഴെ ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകൾ വന്നിരുന്നു. അദ്ദേഹത്തിന് ഈ ഒരു സിനിമ എടുക്കാൻ സാധിക്കില്ല, ആഗ്രഹം അങ്ങോട്ട് മാറ്റിവെക്കുക, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വൃത്തികെട്ട രീതിയിൽ വരെ കമൻറ്റുകൾ അതിൻ്റെ അടിയിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ കമൻറ്റ് എന്തായിക്കോട്ടെ, ആ ഒരു വ്യക്തി മമ്മൂട്ടിയോടുള്ള കടുത്ത ആരാധകനാണെന്നുള്ളതിൻ്റെ ആ ഒരൊറ്റ പരിശ്രമത്തിൽ അദ്ദേഹം മമ്മൂട്ടിയെ കണ്ട് സംസാരിച്ച് ആ ഒരു സ്ക്രിപ്റ്റ് മമ്മൂട്ടിയോട് അടുത്ത് പറഞ്ഞു. അപ്പോൾ ആ ഒരു സിനിമ മമ്മൂട്ടി ചെയ്യാം എന്നുള്ളത് വരെ അദ്ദേഹത്തിനോട് പറഞ്ഞു. അപ്പോൾ ആ ഒരു വളരെയധികം ആ ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷമാണ് ഇപ്പോൾ അദ്ദേഹത്തിനുള്ളത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സ്ക്രിപ്റ്റ് വർക്ക് കഴിഞ്ഞു, ഇനി മറ്റുള്ള പ്രൊഡക്ഷനിലെ സിനിമ തയ്യാറാക്കാനുള്ള മറ്റുള്ള വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 100 കോടി ബഡ്ജറ്റിലാണ് ഈ ഒരു സിനിമ, ബ്രഹ്മാണ്ഡ സിനിമയായിട്ടാണ് വരാൻ പോകുന്നത്. ഒരു ആക്ഷൻ സിനിമ തന്നെയായിരിക്കും, ഒപ്പം തന്നെ ഒരു ചരിത്ര സിനിമയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അരുൺ രാജ് എന്ന് പറയുന്ന അദ്ദേഹം പറഞ്ഞത്, മമ്മൂട്ടിയെ വെച്ചിട്ടല്ലാതെ മറ്റൊരാളെ വെച്ചിട്ട് ഈ ഒരു സിനിമ ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നതും എഴുതുമ്പോൾ തന്നെ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ്, മമ്മൂട്ടിയെ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഈ ഒരു സ്ക്രിപ്റ്റ് എഴുതിയതും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. കതിരവൻ എന്നാണ് സിനിമയുടെ പേര് പുറത്തുവിട്ടിരിക്കുന്നത്. അയ്യങ്കാളി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ ഒരു സിനിമയിൽ സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. അയ്യങ്കാളി എന്ന് പറയുന്ന ആ വ്യക്തിയുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള, ചരിത്രത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരുപാട് ഏടുകളുണ്ട്. അതിൽ നിന്ന് ഒരു ഏട് എടുത്തിട്ടാണ് അദ്ദേഹം ഈ ഒരു സിനിമ ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു സിനിമ ഓഗസ്റ്റ് മാസത്തിൽ ഷൂട്ടിംഗ് ആരംഭിക്കാൻ പോവുകയാണെന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ചരിത്രം കുറിക്കാൻ പോകുന്ന കതിരവൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് കട്ട സപ്പോർട്ടും അതുപോലെ തന്നെ കട്ട ആരാധനയും അതുപോലെ തന്നെ വെയിറ്റിങ്ങിലുമാണ് ഞങ്ങളെല്ലാവരും. അരുൺ രാജിൻ്റെ ഈ ഒരു സിനിമ സൂപ്പർ ഹിറ്റ് ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് തിയേറ്ററിലേക്ക് വരാൻ കാത്തിരുന്നുകൊണ്ട് തൽക്കാലം ഈ വീഡിയോ നിർത്തുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാം. അടുത്തൊരു വീഡിയോയിൽ കാണും വരെ നന്ദി, നമസ്കാരം, താങ്ക്സ്. ഞാൻ നിങ്ങളുടെ രാകേഷ്. അത് എഴുതി കഥ കേൾക്കുകയും പല പുസ്തകങ്ങൾ റീഡ് ചെയ്യുകയൊക്കെ ചെയ്തായിരുന്നു. അങ്ങനെയാണ് ലാസ്റ്റ് ഇതൊരു സിനിമയാക്കാന്നുള്ള ഒരു രീതിയിൽ തിരക്കഥയാക്കിയപ്പോൾ തിരക്കഥ എഴുതുന്നതിന് മുന്നേ ഇതൊരു അയ്യങ്കാളി, മഹാത്മാ അയ്യങ്കാളി ആരാകണം എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മുന്നിൽ നമുക്ക്. അത് ഇന്ത്യയിൽ തന്നെ ഒരാളില്ല, ഒരു ബയോപിക് അല്ലെങ്കിൽ ഒരു ചരിത്ര സിനിമ ചെയ്യാൻ അതിനുള്ള കാലിബറുള്ള ഒരു നടന്മാരില്ല. മമ്മൂക്ക മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് ആദ്യം തന്നെ 100 കോടി ബജറ്റിൽ ഒരുങ്ങുന്ന സിനിമ ആയതുകൊണ്ട് തന്നെ ഇതൊരു ഫ്യൂച്ചർ ഫിലിം, അതായത് എല്ലാ ഓഡിയൻസിനും ഇരുന്ന് കാണണം. അപ്പൊ അതിനകത്ത് പാട്ടും ഉണ്ടാവും. പാട്ട് നമുക്ക് അതിനകത്ത് അയ്യങ്കാളിയുടെ മുമ്പുള്ള സിനിമ നമ്മൾ ഇറക്കിയിട്ടുണ്ട് മുമ്പ്. പിന്നെ നമ്മുടെ ഈ കതിരവൻ ചെയ്യുന്നത് മമ്മൂക്ക കമ്പനി അല്ല. എല്ലാവരുടെയും ചോദ്യം ഈ പറയുന്ന പോലെ നെറ്റിൽ നിന്നും സോഷ്യൽ മീഡിയയിലും പ്രചരിക്കുന്ന മമ്മൂക്ക കമ്പനി അല്ല ചെയ്യുന്നത്. 4 പ്രവാസി സുഹൃത്തുക്കളായ എന്റെ സുഹൃത്തുക്കളാണ് പടം ചെയ്യുന്നത്.